കാസർഗോഡ് ബേളയിലെ അത്യാധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് 3 മാസത്തിനകം തുറക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. 4 കോടി രൂപ ചെലവഴിച്ച് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഗ്രൗണ്ടിൽ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ടർ ഇംപാക്ട്. സ്വകാര്യ ഗ്രൗണ്ടുകൾ ഒഴിവാക്കുമെന്ന് പറയുന്ന ഗതാഗത വകുപ്പിന്റെ ഉടമസ്ഥതയിലാണ് കാസർഗോഡ് ബേളയിലെ അത്യാധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട്. 2021 ജനുവരിയിൽ നിർമ്മിച്ച ഏജൻസി ഗ്രൗണ്ട് കൈമാറിയെങ്കിലും ആരുടെ കൈവശമാണെന്ന് പോലും ഗതാഗത വകുപ്പിന് നിശ്ചയമുണ്ടായിരുന്നില്ല. റിപ്പോർട്ടർ TV വാർത്തയെ തുടർന്നാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഇടപെടൽ. ഗ്രൗണ്ട് 3 മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വെഹിക്കിൾ ടെസ്റ്റിംഗ് സെന്റർ, ഡ്രൈവിംഗും റോഡ് ടെസ്റ്റ്, വെഹിക്കിൾ ടെസ്റ്റ് നടത്താവുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തോടു കൂടിയത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനരഹിതമായി കാസർഗോഡുണ്ട്, തളിപ്പറമ്പിലുണ്ട്, തൃപ്പൂണിത്തറയിലുണ്ട്. ഈ 3 ഊരാലുങ്കൽ സൊസൈറ്റി തന്നെ പണിതിട്ട് വളരെ മനോഹരമായി പണിത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതൊരു 2 മാസത്തിനുള്ളിൽ തുറക്കും. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ടെസ്റ്റിനായി നിലവിൽ ആശ്രയിക്കുന്നത്. ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരെ സഹായിക്കാനാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഗ്രൗണ്ടിൽ 50-ലധികം ക്യാമറകളും അത്യാധുനിക ഉപകരണങ്ങളും സ്ഥാപിച്ച് പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്യാമറകളിൽ പലതും തുരുമ്പെടുത്ത നിലയിലാണ്. ഇവിടെ ടെസ്റ്റ് നടക്കുന്നതോടെ ക്രമക്കേടുകൾ തടയാനും കഴിയും. റിപ്പോർട്ടർ, കാസർഗോഡ്.